ഭൗതികദേഹം വസതിയിലേക്ക് കൊണ്ടുപോവുകയാണ്. ചിറ്റാറ്റിൻകരയിലെ വസതിയിലേക്ക് ഭൗതികദേഹം അല്പസമയത്തിനകം തന്നെ കൊണ്ടുപോകും. ദേശീയ പതാക പുതപ്പിക്കുകയാണ്. അവിടെ കോൺഗ്രസിൻ്റെ നേതാക്കളൊക്കെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ അവരെല്ലാവരും അവിടെയുണ്ട്. ഹൈബിയുടൻ പി സി വിഷ്ണുനാഥ് മന്ത്രി ഉൾപ്പെടെയുള്ളവർ ഉണ്ട്. അവർ ഇപ്പോൾ ഭൗതികദേഹത്തിൽ പതാക പുതപ്പിക്കുകയാണ്. അതിനുശേഷം മൃതദേഹം വസതിയിലേക്ക് കൊണ്ടുപോകും. അവിടെ ഒരു അല്പസമയം അവിടുത്തെ നാട്ടുകാർക്കൊക്കെ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ സമയമുണ്ടാകും എന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടെ 3:30 സംസ്കാരം. പ്രജിൻ സി കണ്ണൻ വിവരങ്ങളുമായി. പ്രജിൻ, ഭൗതികദേഹം ടൗൺ ഹാളിൽ നിന്ന് കൊണ്ടുപോവുകയാണ്. അതിൻ്റെ അവസാന ചില നടപടികളൊക്കെയാണ് വിവരങ്ങൾ. അനുജ, 1 മണിക്ക് പൂർത്തിയാകുമെന്നാണ് നേരത്തെ അറിയിച്ചത് പൊതുദർശൻ. പക്ഷേ ഇപ്പോൾ 2 മണിയാവുന്നു. ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കാനുള്ള എല്ലാ ക്രമീകരണങ്ങളും പൂർത്തിയായി കഴിഞ്ഞു. പക്ഷെ അപ്പോഴും നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത് ഈ മെയിൻ ഡോർ വഴി കൂടുതൽ ആളുകൾ ഇതിനകത്തേക്ക് കയറുന്നതാണ്. ഇവിടെ മൈക്കിലൂടെ നിർദ്ദേശമൊക്കെ നൽകിയിട്ടുണ്ട്. ഇവിടെ അകത്തുള്ള ആൾക്കാരുടെ പുറത്തേക്ക് പോകണം, സഹകരിക്കണമെന്നൊക്കെയുള്ള നിർദ്ദേശങ്ങൾ നൽകിയെങ്കിലും അതൊന്നും വകവെക്കാതെ ഇപ്പോഴും ആൾക്കാർ ഈ ഡോറിലൂടെ തന്നെ ഈ ഹാളിനകത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്ന കാഴ്ച നമുക്ക് കാണാൻ കഴിയുന്നു. ഇപ്പോൾ മണിക്കൂർ 9:30 തുടങ്ങിയതാണ് ഈ പൊതുദർശൻ. ഇപ്പോൾ 2 മണിയാവുന്നു. അണമുറിയാതെ ഇങ്ങനെ ജനപ്രവാഹം ഈ ഹാളിലേക്ക് എത്തുന്ന കാഴ്ച നമ്മൾ കാണുകയായിരുന്നു. അത് സാക്ഷ്യപ്പെടുത്തുന്നത് സലിംകുമാർ എന്ന നടൻ, സലിംകുമാർ എന്ന പറവൂരുകാരൻ ഇവർക്ക് എത്രമേൽ പ്രിയപ്പെട്ടവനായിരുന്നു എന്നുള്ളതാണ്. തങ്ങളുടെ പ്രിയപ്പെട്ട സലീമിനെ, പ്രിയപ്പെട്ട സലിംകുമാറിനെ, പ്രിയപ്പെട്ട സലിമേട്ടനെ അവസാനമായി ഒരു നോക്ക് കണ്ട് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ ഒരുപാട് പേർ ഇവിടേക്ക് എത്തിയിട്ടുണ്ട്. അവർക്ക് തോന്നുന്നു ഇവിടെ എത്തിക്കഴിഞ്ഞ ശേഷം പിന്നീട് ഇവർ ഇവിടുന്ന് പോയത് വീട്ടിലേക്കാണെന്നാണ്. പലരും അത്തരത്തിൽ പറയുകയുണ്ടായി. കണ്ണീരോടെ അല്ലാതെ ഓർക്കാൻ കഴിയില്ല ഈ വേർപാട് എന്നോരോരുത്തരും പറയുന്നു. അതുകൊണ്ട് ആ വിടവാങ്ങൽ അത് നമ്മുടെ അവസാന മിനിറ്റ് വരെ ഒപ്പം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരെ കണ്ടു. അവർ പറയുന്നത് ഇവിടുന്ന് കണ്ടു, ഇനി നമ്മൾ വീട്ടിലേക്ക് പോകുന്നു എന്നാണ്, ലാഫിംഗ് വില്ലയിലേക്ക് പോകുന്നു, അവിടെ അന്ത്യകർമ്മങ്ങളിലും നമ്മൾ സാക്ഷ്യം വഹിക്കും എന്ന് പറഞ്ഞ് പോയ ഒരുപാട് പേരെ കണ്ടു. അങ്ങനെ അത്യന്തം വൈകാരികമായ കുറേ നിമിഷങ്ങളിലൂടെ കടന്നു പോകുകയായിരുന്നു. കഴിഞ്ഞ കുറേ സമയമായി നമ്മളിവിടെ കൂടി നിൽക്കുന്ന എല്ലാവരും, ഇവിടെ എത്തുന്ന സഹപ്രവർത്തകർ, സിനിമാ പ്രവർത്തകർ, ഒപ്പം തന്നെ നേരത്തെ മിമിക്രി ട്രൂപ്പുകളിലുണ്ടായ സഹപ്രവർത്തകർ, അതിനുശേഷം പിന്നീട് കാർഷിക മേഖലയിൽ ഉണ്ടായ ഒരുപാട് സുഹൃബന്ധങ്ങളുണ്ട്. പലയിടങ്ങളിലും പോയി കൃഷിയുടെ പ്രചാരത്തിനായി പോയ അത്തരത്തിലുള്ള ബന്ധങ്ങളുണ്ട്. അവരൊക്കെ തന്നെ കേരളത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നും എത്തിയ ആൾക്കാരെ നമ്മളിവിടെ പരിചയപ്പെട്ടു. അവരൊക്കെ ഈ പറയുന്ന വടക്കൻ ജില്ലകളിൽ നടക്കം എത്തിയ ഒരുപാട് പേരെ ഇവിടെ കാണാൻ കഴിഞ്ഞു. അവരെല്ലാം തന്നെ അത്രമേൽ സ്നേഹിക്കുന്നുണ്ട് സലീംകുമാറിനെ. അതുകൊണ്ടാണ് നേരിട്ട് അവസാനമായി കാണാൻ വേണ്ടി എത്തിയതെന്ന് പറയുന്നത്. ഇപ്പോൾ അനുജ ദൃശ്യങ്ങളിൽ കാണാം, അവസാന ഘട്ടമാണ്. ഈ പൊതുദർശനം പൂർത്തിയാവുന്നു. ഇതാ ഇപ്പോൾ മൃതദേഹം പുറത്തേക്ക് എടുക്കുകയാണ്. സിനിമാ മേഖലയിലെ സഹപ്രവർത്തകരുണ്ട്, ഒപ്പം തന്നെ കോൺഗ്രസിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കളുണ്ട്, പൗരപ്രമുഖരുണ്ട്, ഒപ്പം തന്നെ ജനപ്രതിനിധികളുണ്ട്. ഇവരെല്ലാം ചേർന്നാണ് പ്രിയപ്പെട്ട സലീംകുമാറിനെ ഇപ്പോൾ ടൗൺ ഹാളിൽ നിന്നും യാത്രയാക്കുന്നത്. ഇനിയൊരു തിരിച്ചുവരവ് പ്രിയപ്പെട്ട ഇടം കൂടിയായ ടൗൺ ഹാളിലേക്ക് സലീംകുമാറിനില്ല. ഇത് അന്ത്യയാത്രയാണ്. ഇവിടേക്ക് ഇനിയൊരു മടങ്ങിവരവ് സലീംകുമാറിനില്ല. എത്രയോ തവണ കയ്യടികൾ ഏറ്റുവാങ്ങിയ ഈ ടൗൺ ഹാളിനോട് വിട പറയുന്നു സലീംകുമാർ. ഇനി അന്ത്യയാത്രയ്ക്ക് കേവലം മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ. 3:30 അന്ത്യകർമ്മങ്ങൾ പൂർത്തിയാക്കി സംസ്കാരം നടക്കുക എന്നാണ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത്. ലാഫിംഗ് വില്ല എന്ന ആ വീട്ടിലേക്ക് അവസാനമായി സലീംകുമാർ എത്തുകയാണ്. ഇനി ആ ലാഫിംഗ് വില്ലയിൽ ചിരിമുഖമായി സലീംകുമാർ ഉണ്ടാവില്ല. അത് ഓർമ്മകൾ മാത്രമായി ചുരുങ്ങും. ഒട്ടനവധി കഥാപാത്രങ്ങളിലൂടെ, ആ കഥാപാത്രങ്ങൾ ബാക്കി വെച്ച ഡയലോഗുകളിലൂടെ, ചിരികളിലൂടെ, ആ ഓർമ്മകളിലൂടെ ആയിരിക്കും ഇനി സലീംകുമാർ ജീവിക്കുക. ഈ കഥാപാത്രങ്ങൾ ഓരോന്നും മലയാളികൾ ഉള്ളിടത്തോളം കാലം അത് മറക്കില്ല എന്ന കാര്യം ഒരു സംശയവുമില്ലാതെ പറയാൻ കഴിയും. എന്നാലും ഇപ്പോൾ ലാഫിംഗ് വില്ലയിലേക്ക് അന്ത്യയാത്രയായി ഈ മൃതദേഹം, സലീംകുമാറിൻ്റെ മൃതദേഹം കൊണ്ടുപോവുകയാണ്. അതിന് പിന്നാലെ ഒരുപാട് നൂറുകണക്കിന് ആളുകൾ വിവിധ വാഹനങ്ങളിലായി അനുഗമിക്കുന്നുണ്ട്. അതിനായി പുറത്ത് വലിയ തിരക്കുണ്ട്. നമുക്കറിയാം, ഞാൻ ഹാളിന് പുറത്താണ്, ഈ ഹാളിനകത്താണ്. ഹാളിന് പുറത്ത് നമുക്ക് വലിയ തിരക്ക് അനുഭവപ്പെടുന്നു. നേരത്തെ പോയി നോക്കിയപ്പോൾ സമയത്തൊക്കെ വലിയ ഗതാഗത കുരുക്കൊക്കെ ഇവിടെ ഉണ്ട്. അത്രമേൽ വാഹനങ്ങളൊക്കെ ഇവിടെ എത്തിയിട്ടുണ്ട്. വാഹനങ്ങളിൽ പല ദൂരദേശങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരാണ് ഇവിടേക്ക് എത്തിയത്. ഇപ്പോൾ ടൗൺ ഹാളിനോട് വിട പറഞ്ഞ് പ്രിയപ്പെട്ട സലീം, പറവൂരുകാരനായ സലീംകുമാർ യാത്രയാവുന്നു. ലാഫിംഗ് വില്ലയിലേക്ക് അന്ത്യയാത്രയാണ്. അവിടെയാണ് അന്ത്യകർമ്മങ്ങൾ നടക്കുക. വീട്ടുവളപ്പിൽ തന്നെയാണ് സംസ്കാരം ഉണ്ടാവുക. ഒരുപാട് വിശ്വാസങ്ങൾ, അല്ലെങ്കിൽ വിശ്വാസിയല്ലായിരുന്നു സലീംകുമാർ. ഒരുപാട് നിബന്ധനകൾ വെച്ചിരുന്നു. എങ്ങനെ വേണം തൻ്റെ അന്ത്യശുശ്രൂഷകൾ, എങ്ങനെ വേണം തൻ്റെ അന്ത്യകർമ്മങ്ങൾ, എങ്ങനെ വേണം തന്നെ ചിതയിലേക്ക് എടുക്കാൻ, ഇത്തരം കാര്യങ്ങളൊക്കെ മുമ്പേ പറഞ്ഞിരുന്നു എന്നാണ് സുഹൃത്തുക്കളും ബന്ധുക്കളും ഒക്കെ പറയുന്നത്.
ലാഫിംഗ് വില്ലയിലേക്ക് അന്ത്യയാത്രയായി കൊണ്ടുപോവുകയാണ് സലീംകുമാറിൻ്റെ മൃതദേഹം. അതിന് പിന്നാലെ സഹപ്രവർത്തകരെല്ലാം ഒന്നിനു പിറകെ ഒന്നായി തന്നെ ഇവിടുന്ന് പോയിട്ടുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.